हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव. ശ്രീമദ് ഭഗവത്ഗീത സാഖ്യ 2ാമത്തെ ചാപ്റ്റർ സാഖ്യയോഗം. നമ്മൾ 26ാമത്തെ ശ്ലോകമാണ് ചൊല്ലാൻ പോകുന്നത്. അഥ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. അഥവാ ജന്മമൃതികൾ നിത്യമാണെന്നിരിക്കലും ദുഃഖാർഹനല്ല നീയെന്നും സത്യമോർക്കാ മഹത്തരം. അഥം വാ ഏനം നിത്യജാതം നിത്യം മൃതം ച മന്യസേ തഥാപി മഹാബാഹോ ത്വം ഏവം ശോചിതും ന അർഹസി. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് ആത്മാവ് അചിന്ത്യമാണ്, അവികാര്യമാണ്, അവിനാശം, നശിക്കാത്തതാണ് എന്നൊക്കെ പറഞ്ഞു. ഇനി സാധാരണ ഇതിനെ പറ്റിയിട്ടൊന്നും വളരെ അറിവില്ലാത്ത ആൾക്കാരുടെ കാഴ്ചപ്പാടിലാണെങ്കിലും ജനന മരണങ്ങളിൽ എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാർ, അതായത് ഇനി ഇത് കഴിഞ്ഞാൽ ദേഹം പോയി അടുത്ത ജന്മം വരുന്നു, അല്ലാണ്ട് ആത്മാവിനെ പറ്റി ചിന്തിക്കാത്ത ആൾക്കാരെ പറ്റിയിട്ടാണെങ്കിൽ പോലും ജനനമുണ്ട് മരണമുണ്ടല്ലോ. ജനനം കഴിഞ്ഞാൽ മരണം, മരണം കഴിഞ്ഞാൽ വീണ്ടും ജനിക്കുന്നു. അപ്പോൾ നശിക്കുക ജനിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ശരിക്കും പറയാച്ചാൽ നമ്മുടെ ഫിസിക്സിൽ എപ്പോഴും മാറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും നമ്മുടെ ശരീരം നിശ്ചലമാവുന്നു, കത്തിക്കുന്നു, കുറച്ച് എല്ല്, കുറച്ച് ചാരം, ഇതെല്ലാം ബാക്കിയാവുന്നു. ഇനി അതെടുത്ത് വെള്ളത്തിലൊഴുക്കി കളയുന്നു. വെള്ളത്തിലൊഴുക്കിയാലും അതെവിടെയാണ് അടിയുന്നത്? വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ, അതായത് വീണ്ടും ഭൂമിയിൽ തന്നെ അടിയുന്നു. അവിടെ കിടന്ന് ധാരാളം കുറേ ഒഴുകിപ്പോവും, ഓരോരോ സ്ഥലത്തായിട്ട് അടിഞ്ഞു കൂടുന്നു. അങ്ങനെ എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോഴും അതിൽ നിന്ന് ഊറ്റിയെടുക്കുന്നതാണ് പെട്രോളിയം. അപ്പോൾ അവിടെ വീണ്ടും മാറ്റമായി, അവിടെ നശിച്ചിട്ടില്ല, മരിച്ചു കഴിഞ്ഞാൽ നശിച്ചിട്ടില്ല, വീണ്ടും പെട്രോളിയമായിട്ട് അത് വന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്ററാണ് ഫിസിക്സിൽ പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആത്മാവ്, ജീവൻ, ഒരു ദേഹം കിട്ടുന്നു. ആ ദേഹത്തിൻ്റെ ഉപയോഗമെല്ലാം കഴിഞ്ഞ് അത് ഉപയോഗശൂന്യമാവുമ്പോൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ വസ്ത്രങ്ങൾ പഴയത് മാറ്റി പുതുത് എടുക്കുന്നത് പോലെ വേറൊരു ദേഹം തേടി പോകുന്നു, ആ ദേഹത്തിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പോൾ അവിടെ നശിച്ചു പോയിട്ടില്ല. കനോട്ട് ബി ഡിസ്ട്രോയിഡ് എന്നാണ്. കനോട്ട് ബി ക്രിയേറ്റഡ്, കനോട്ട് ബി ഡിസ്ട്രോയിഡ് എന്നാണ് മാറ്റർ. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. അതുപോലെ തന്നെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിയാത്ത ഭൗതികവാദികളാണെങ്കിലും ആത്മാവ് ജനിക്കുന്നതാണെന്നും മരിക്കുന്നതാണെന്നാണ് നീ കരുതുന്ന വെച്ചാൽ ശരി. അല്ലയോ അർജുന, നീ ഇങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അർജുനനെ വീണ്ടും ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 27ാമത്തെ ശ്ലോകം. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദപരിഹാര്യാർത്ഥേ നസ്ത്വം ശോചിതുമർഹസി. ജനനം മൃതിയേകീടും മൃതിയോ ജന്മഹേതുവാം ഒഴിവാക്കാവതല്ലെങ്കിൽ ഒഴിയാ ദുഃഖമെന്തിന്. ഈ നേരത്തെ പറഞ്ഞ പോലെ നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഒന്നും കൂടെ അർജുനന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഹി ജാതസ്യ മൃത്യുഹു ധ്രുവം മൃതസ്യ ജന്മ ച ധ്രുവം തസ്മാത് അപരിഹാര്യേ അർത്ഥേ ത്വം ശോചിതും ന അർഹസി. ജനിച്ചാൽ മരണം തീർച്ചയാണ്, മരിച്ചാലോ ജനനം തീർച്ചയാണ്. അതിന് യാതൊരു പരിഹാരവും ഇല്ലല്ലോ. എന്തായാലും അത് സംഭവിച്ചിരിക്കും. പിന്നെ ഈ പരിഹാരം കാണാൻ പറ്റാത്ത കാര്യത്തെ പറ്റിയിട്ട് നീ എന്തിനാണ് സങ്കടപ്പെടണം? നമ്മൾ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ വളരെ ദുഃഖിക്കും ചിലപ്പോൾ. പക്ഷേ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ, എങ്ങനെയെങ്കിലും എന്തോന്ന് മാറിക്കിട്ടുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരം കാണാൻ എന്ത് പ്രശ്നമായാലും അതിനെന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടാവുമോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു പരിഹാരവും ഇല്ലാത്ത കാര്യമാണെങ്കിൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് ഒരു പാത്രം നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോകുന്നു, വേറൊരു പുതിയ പാത്രം വാങ്ങാമെന്നല്ലാതെ ആ പൊട്ടിയതിനെ എത്ര ഒട്ടിച്ചിട്ട് നിൽക്കുന്നുമില്ല. ഇനി പിന്നെ ദുഃഖിച്ചിട്ട് വല്ല കാര്യമുണ്ടോ?
അയ്യോ എൻ്റെ നിന്ന് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല, തിരിച്ചു വരാൻ പോകുന്നില്ല. അത് പരിഹാരമില്ല. അതിന് എന്താണ് പരിഹാരം ഉള്ളത്? പുതിയതൊന്ന് വാങ്ങാം, അത് തന്നെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കുകയും ചെയ്യും. ഇത് ഒരു ആവർത്തനമാണ്. എവിടുന്നാ വന്നതെന്നറിയില്ല, ജനനം എവിടുന്നാ തുടങ്ങിയതെന്നറിയില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് തുടങ്ങുമ്പോൾ നമുക്ക് സ്കാനിങ്ങിലൊന്നും കിട്ടില്ല. ഇപ്പോൾ സ്കാനിങ്ങൊക്കെ ഉണ്ട്, പണ്ടില്ലല്ലോ. കുറച്ച് മന്ത്സ് ആവുമ്പോഴാണ് നമുക്കത് കാണാനേ പറ്റുന്നത്. ആ സ്കാനിങ് എന്നൊരു വിഷയമില്ലെങ്കിൽ അതും കാണുന്നില്ല. വരുന്നു, ജനിക്കുന്നു, വളരുന്നു. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞ മാതിരി വളർച്ച, അത് കഴിഞ്ഞ് അവസാനം തളരുന്നു, എവിടേക്കോ പോയി മറയുകയും ചെയ്യുന്നു. ഇതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അത് ഭൗതികവാദികൾ ചിന്തിക്കുന്നതാണ്. പക്ഷേ ആത്മീയവാദികൾ ചിന്തിക്കുന്നത് ജീവൻ ഒരു ദേഹം നേടുന്നു, ആ ദേഹത്തിൻ്റെ അനുഭവങ്ങളെല്ലാം അവസാനിച്ച് കഴിയുമ്പോൾ തനിക്ക് പറ്റിയ സാഹചര്യം തേടി പോകുന്നു എന്നിട്ട് വേറൊരു ദേഹത്തിൽ ചെന്ന് ജന്മമെടുക്കുന്നു. എന്തായാലും രണ്ടു കൂട്ടരും പറയുന്നത് ഒന്ന് തന്നെയാണ്, ജനിക്കുന്നു മരിക്കുന്നു. ഒരാൾക്ക് രണ്ടും അവ്യക്തമാണ്. എവിടുന്നാണ് തുടങ്ങിയതെന്ന് അറിയില്ല, എവിടേക്കാണ് പോകണമെന്നും അറിയില്ല. മറ്റേ അടുത്ത ആൾക്കാർ പറയുന്നതും അത് തന്നെയാണ്, ജനനവും ഉണ്ട് മരണവും ഉണ്ട്. എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. നല്ല വെയിലാണ്, ചുട്ടു പൊള്ളുന്നുണ്ട്. അപ്പം നമ്മൾ ആ ചുട്ടു പൊള്ളുന്ന വെയിലത്ത് നിന്നിട്ട് നമുക്ക് കുറച്ച് നേരം നിന്നു, ചിലപ്പോൾ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിന്നു. പക്ഷെ വേറെ അവിടെയും തണലോ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മളെന്താ പറയണം, എന്തൊരു ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അവിടെ തണലന്വേഷിച്ച് പോയി എവിടെയെങ്കിലും നിൽക്കാതെ നമ്മൾ ആ വെയിൽ മുഴുവൻ കൊണ്ട് അവിടെ തന്നെ നിന്നിട്ട് എന്തൊരു ചൂടെന്ന് സൂര്യനെ പഴിച്ചിട്ട് എന്താ കാര്യം? അത് നമ്മളുടെ ഒരു വിഡ്ഢിത്തരാണ്. അതേപോലെ ജീവിക്കാൻ വന്നു കഴിഞ്ഞാൽ, ജന്മം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലെന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ശ്രീകൃഷ്ണനെയാണ് ഫോളോ ചെയ്യേണ്ടത്, മാതൃകയാക്കേണ്ടത്. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കൂ എന്നുള്ള ഒരു തത്വമാണ് ഈ മാനവരാശിക്ക് മുഴുവനായിട്ടും എല്ലാ മനുഷ്യന്മാർക്കും തരുന്ന ഒരു ആഹ്വാനം. അതായത് ജീവിതത്തിൽ വിജയം വേണോ എന്ന നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ, വളരെ മന്ദഹാസത്തോടെ, അത്രയല്ലേ വന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നേരിടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീയും അതുപോലെ തന്നെയല്ലേ അർജുന? നിൻ്റെ ഈ ദൈന്യഭാവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് നിന്നെ ഒന്ന് സഹായിക്കണം തോന്നി. അതുകൊണ്ട് നീ അതൊക്കെ കളഞ്ഞ് ഉണർവോടുകൂടി, പ്രസരിപ്പോടുകൂടി ഉയർത്തെഴുന്നേൽക്കൂ, വരൂ, യുദ്ധം ചെയ്യാൻ റെഡിയാവൂ എന്ന് പറയാണ്. ഇനി 28ാമത്തെ ശ്ലോകം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. ആദി അവ്യക്തമാണെന്നാൽ മധ്യകാലം തെളിഞ്ഞിടും, അന്ത്യവും വ്യക്തമല്ലെന്നാൽ എന്തിനീ പരിദേവനം. അർജുനനോട് ഇതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഭാരത ഭൂതാനി അവ്യക്താദീനി വ്യക്തമധ്യാനി അവ്യക്തനിധനാനി ഏവ തത്ര കാ പരിദേവന. അർജുന, ഈ ജീവജാലങ്ങളൊക്കെ വരുന്നതിന് മുന്നേ, നേരത്തെ പറഞ്ഞ പോലെ ജനനത്തിന് മുന്നേ അവ്യക്തങ്ങളാണ്. അത് കഴിഞ്ഞൊരു ദേഹം കിട്ടുമ്പോൾ അത് വ്യക്തങ്ങളാവുന്നു. വീണ്ടും ദേഹം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ മരണം സംഭവിക്കുമ്പോൾ മരണാനന്തരം വീണ്ടും അത് അവ്യക്തമായിട്ട് തന്നെ തുടരുന്നു. അവ്യക്തത്തിൽ നിന്ന് വ്യക്തത്തിലേക്ക് വന്ന് വ്യക്തത നേടി അതിന് ശേഷം വീണ്ടും അവ്യക്തതയിലേക്ക് തന്നെ മടങ്ങുന്നു. അപ്പോൾ ഒരു സൈക്കിളാണ്. നേരത്തെ പറഞ്ഞ പോലെ ലോ ഓഫ് കൺസർവേഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു സൈക്കിളാണ്. എവിടുന്ന സ്റ്റാർട്ടിങ്? അവ്യക്തം. എവിടെയാണ് എൻഡിങ്? അവ്യക്തം. നടുക്കെന്താണ്? വ്യക്തം. അതാണ് നമ്മുടെ ജീവിതം. കാണുന്ന അല്ലെങ്കിൽ മധ്യഭാഗത്ത് മാത്രമേ നമ്മൾ അതിനെ പറ്റിയിട്ട് അറിയുന്നുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം എവിടുന്നാ വന്നു, കുറച്ചു കാലം ജീവിക്കുന്നു, എവിടേക്കോ പോകുന്നു എന്ന് പറയണ മാതിരി നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോഴേ ഇടയ്ക്ക് ഇപ്പോൾ ട്രെയിനാണെങ്കിലും ഈവൻ കാറാണെങ്കിലും ഒക്കെ ടണലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്ന പോലെയുള്ളൂ. ആദ്യം വരുന്നു, എവിടുന്നോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു ടണൽ വന്നു,
അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നു, അത് കഴിഞ്ഞ് പുറത്ത് കിടക്കുന്നു, എവിടേക്കോ പോകുന്നു. ആ മധ്യഭാഗത്ത് കാണുന്ന അത് മാത്രമാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഈ ഈ പ്രപഞ്ചം എന്ന് പറയണത് സൃഷ്ടിക്ക് മുമ്പ് ഇത് അവ്യക്തമായിരുന്നു. ഇപ്പം നമുക്ക് ആ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അനുഭവിക്കാനും കാണാനും ഒക്കെ കഴിയുന്നുണ്ട്. ഇനി കുറേ കാലം കഴിഞ്ഞാൽ ഇത് വീണ്ടും അവ്യക്തമായിട്ട് തീരും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെയും ആദിയും അന്തവും അജ്ഞാതമാണ്, ആർക്കും അറിയില്ല. അതായത് നമ്മൾ ഒരു പുറപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചു പോവുക. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, എവിടേക്കോ പോയി, തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരുന്നു. കാരണം അവ്യക്തതയിൽ നിന്ന് അവ്യക്തത തന്നെയാണ് അവസാനവും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. അപ്പോൾ വീട്ടിൽ നിന്ന് എവിടേക്കോ പോയി നമ്മുടെ കർമ്മങ്ങളൊക്കെ കഴിയുന്നു, അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ജോലി കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അതേപോലെ നമ്മൾ ദേഹമെടുക്കുന്നു, ജീവിക്കുന്നു. അതാണ് നമ്മൾ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് അവ്യക്തതയിലേക്ക് തന്നെ നീങ്ങുന്നു. അതേപോലെ സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇതിൽ ആരെങ്കിലും ദുഃഖിക്കാറുണ്ടോ? അതേപോലെ നീ ഇതിൽ ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ സ്വപ്നം കാണുന്ന അതേപോലെ തന്നെയല്ലേ? സ്വപ്നത്തിൽ നമ്മൾ എന്തൊക്കെ കാണും ഭഗവാനെ, എന്തൊക്കെ നല്ല സ്വപ്നങ്ങളായിരിക്കുമല്ലേ ചിലപ്പം. പക്ഷേ സ്വപ്നം കണ്ട് എണീറ്റ് കഴിഞ്ഞാലോ അതിൽ ഒന്നും തന്നെ സത്യമായിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് സങ്കടം വന്നിട്ട് എന്താ കാര്യമുള്ളത്? അതൊക്കെ സ്വപ്നമായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അവസാനം ശ്രീകൃഷ്ണൻ തന്നെ പറയാണ്, അല്ല നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അർജുന. കാരണം ഇത് കുറച്ച് ഈ ആത്മതത്വം എന്ന് പറയണതേ കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നിനക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും ഈ ആത്മസാക്ഷാത്കാരം നേടുക എന്നൊക്കെ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ ആത്മതത്വങ്ങൾ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് വീണ്ടും ഉപദേശിക്കുക തന്നെയാണ് ചെയ്യുന്നത്. 29ാമത്തെ ശ്ലോകം. ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവത് വദതി തഥൈവ ചന്യ ആശ്ചര്യവൈചേനമന്യഃ ശൃണോതി ശ്രുതോപ്യേനം വേദ ന ചൈവ കശ്ചിദേനം ആശ്ചര്യവത് പശ്യതി. ചിലർ ആത്മാവിനെ വളരെ അത്ഭുതത്തോടെ കാണുന്നു. തഥാ ഏവ അന്യഃ ആശ്ചര്യവത് വദതി ച. മറ്റു ചിലർ ആശ്ചര്യപ്പെട്ട് പറയുന്നു, എന്താണെന്ന് അറിയില്ലല്ലോ. അന്യഃ ആശ്ചര്യവത് ശൃണോതി ച. അന്യഃ ഏനം ആശ്ചര്യവത് ശൃണോതി ച. മറ്റുള്ളവർ ആശ്ചര്യമെന്ന പോലെ കേൾക്കുന്നു. ആദ്യം പറയുന്ന ആൾക്കാർ പറയുന്നത്, അതായത് സജ്ജനങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നു. ശ്രുത്വാച്ച കശ്ചിദപി ന വേദ ഏവ. കേട്ടിട്ടും ആർക്കും ആത്മാവിനെ അറിയാനേ പറ്റുന്നില്ല. ആത്മാവ് ഒരു അത്ഭുത വസ്തുവായിട്ടാണ് ചിലർ പറയുന്നത്. അത്ഭുത വസ്തുവായിട്ട് കാണുന്നു, അത്ഭുത വസ്തുവായിട്ട് മറ്റു ചിലർ പറയുന്നു, അത്ഭുത വസ്തുവായിട്ട് മറ്റു ചിലർ കേൾക്കുന്നു. എന്നാലോ ഇവർക്കാർക്കും തന്നെ ആത്മാവ് എന്താണെന്ന് അറിയില്ല. എങ്ങനെയാണ് പിന്നെ അറിയാൻ പറ്റുക? അനുഭവം കൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ആർക്കും പറയില്ല. അപ്പം നമുക്കറിയാത്ത കാര്യങ്ങൾ ചിലർക്ക് അത്ഭുതമാണ്. ജീവനോ? ജീവൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടോ? നമ്മുടെ ദേഹമല്ലേ, ദേഹം ജനിക്കുന്നു, കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ മരിക്കുന്നു. അല്ലാതെ ജീവൻ എന്ന് ജീവൻ ഉണ്ട് ദേഹത്തിൽ എന്നറിയാം, മരിക്കുന്നതോടുകൂടെ ജീവനും പോകുന്നു. ഇതല്ലേ അങ്ങനെ. എന്താണ് ആത്മാവ് എന്നുള്ളത് അറിയാത്ത ആൾക്കാർ അത്ഭുതത്തോടെ അതിനെ നോക്കിക്കാണുന്നു. വേറെ ചിലർ ആശ്ചര്യപ്പെട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോൾ വളരെ അത് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ആശ്ചര്യപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ ഈ ആശ്ചര്യത്തോടു കൂടി നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കേട്ടത്, ഇതിനെ പറ്റിയിട്ട് ആത്മാവിനെ പറ്റിയിട്ട് ഇതൊക്കെയാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇനി വേറെ ചില ആൾക്കാർ അവരും ഇത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പം നമ്മൾ ഫോറിൻ കൺട്രീസിൽ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് അവിടുത്തെ അമേരിക്കയിലത്തെയോ അല്ലെങ്കിൽ UK-ലത്തെയോ ഒക്കെ വലിയ വലിയ സ്ഥലങ്ങൾ, അവിടെ അങ്ങനെയാണ് കേട്ടോ, ആ മ്യൂസിയം എങ്ങനെയാണ് കേട്ടോ, അവിടുത്തെ വെള്ളച്ചാട്ടം എങ്ങനെയാണ് കേട്ടോ എന്നൊക്കെ ഒരാൾ പറഞ്ഞു തരികയാണ്. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ അതിങ്ങനെ ആയിരിക്കാം അല്ലേ, അതായത് അത് നല്ല ഭംഗിയുണ്ട്, അവിടെ അങ്ങനെയാണ്, മാർബിൾ പതിച്ചതാണ്, ഇവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കത് പോകാനുള്ള യോഗമില്ല. അത് മാത്രമല്ല നമുക്കത് കാണാനും പറ്റുന്നില്ല. പക്ഷേ നമ്മളതെല്ലാം ആശ്ചര്യത്തോടെ അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോ,
എന്നുള്ള അത്ഭുതത്തോടുകൂടെ നോക്കിക്കാണുന്നു. അതേപോലെയാണ് ചിലർ ചെയ്യുന്നത്. അപ്പോൾ ചിലർ പറയുന്നു, ചിലർ കേൾക്കുന്നു. ഇനി ഇതൊക്കെ സംഭവിച്ചിട്ടും എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ അജ്ഞത, നമ്മുടെ അജ്ഞത കൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ആത്മാവ് അകലെ എവിടെയോ നിലകൊള്ളുന്ന ഒന്നാണ് ആത്മാവ്. കാരണം എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ ആശ്ചര്യം വന്നു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം കേട്ടു, നമുക്കറിയാത്ത കാര്യം കേട്ടു, അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ സ്വയം മറന്നിങ്ങനെ നിൽക്കുകയാണ്. എന്താണ് സ്തബ്ധനായിട്ട് നിന്ന് പോവുക എന്ന് പറയില്ലേ. അപ്പോൾ കേട്ട കഥകളൊക്കെ ഇങ്ങനെ ആത്മാവിനെ പറ്റി കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ അത്ഭുതത്തോടെ നിന്ന് പോകുന്നു. പക്ഷെ നമുക്കതിനെ പറ്റിയിട്ട് അറിയാനും ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പം നമ്മൾ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം, അങ്ങനെ തത്വദർശികൾ എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ ശ്രമിക്കുക, അതിനെ പറ്റിയിട്ട് അറിയാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ചെറുതായിട്ട് ആ ആശ്ചര്യം എന്നുള്ളത് മാറിയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ, അതായത് ഞാൻ ആത്മാവാണ്, എനിക്കൊരു ദേഹമുണ്ട് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. അതേപോലെ ശ്രവണം, കേൾക്കുക, നല്ലത് മാത്രം കേൾക്കുക. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ തന്നെ നല്ലത് കേട്ട് അത് ഈ തത്വങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും തന്നെ വളരെ നല്ലതാണ്. അപ്പോൾ അർജുനന് വീണ്ടും വീണ്ടും ഈ തത്വങ്ങൾ ഉപദേശിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 29 വരെ വായിച്ചു, ബാക്കി അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിദ്ധമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണു.